ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും മീഷോ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണല്ലേ. അതായത് ഓൺലൈൻ പർച്ചേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പേര് മീഷോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, മീഷോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് റീസെൽ ചെയ്തുകൊണ്ട് നമുക്കൊരു വരുമാനം, വീട്ടിലിരുന്നു കൊണ്ട് നമുക്കൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്കത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഷെയർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് മീഷോയിൽ നിന്ന് റീസെൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് ഏതൊക്കെ വഴിയിൽ ചെയ്യാൻ പറ്റും, ഒന്ന് ഫേസ്ബുക്ക് വഴി, രണ്ട് വാട്സപ്പ് വഴി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നെക്സ്റ്റ് നാളെ ഒരു വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് ലെങ്തി വീഡിയോ ആയിട്ട് ആയിപ്പോകും. അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് റീസെൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു ചാനൽ കാണുന്നത്, ഈ ഒരു വീഡിയോ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഇതിനായി നമ്മുടെ ഫോണിൽ മീഷോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമുക്കിതിൽ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും റീസെൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഹെഡ്സെറ്റ് റീസെൽ ചെയ്യുന്ന വിധം കാണിച്ചു തരാം. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ മീഷോയുടെ റേറ്റ് എന്ന് പറയുന്നത് 210 രൂപയാണ്. ഇത് നമുക്ക് മറ്റൊരാൾക്ക് എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. ബൈ നോ കൊടുക്കാം. അതിനുശേഷം ഓൾറെഡി നമ്മുടെ അഡ്രസ്സ് ഇതിൽ സേവ് ആയതുകൊണ്ട് ആ ഒരു അഡ്രസ്സ് ആയിരിക്കും വരിക. ഇതിൽ ചേഞ്ച് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം ആഡ് ന്യൂ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ആർക്കാണോ ഈ ഒരു പ്രൊഡക്റ്റ് അയക്കുന്നത് അവരുടെ പേര്, കോൺടാക്റ്റ് നമ്പർ, അവരുടെ അഡ്രസ്സ്, ഈ ഒരു ഇത്രയും ഡീറ്റെയിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഡെലിവർ ടു ദിസ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു പേജാണ് വരുന്നത്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മീഷോയുടെ റേറ്റ് ഇവിടെ ഉണ്ട്. അവർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് തരുവാണെങ്കിൽ നമുക്ക് പേ ഓൺലൈൻ തന്നെ ചെയ്യാം. അതല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പേജിൽ ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും റീസെല്ലിംഗ് ദ ഓർഡർ. ഈ ഒരു ഓർഡർ നമുക്ക് റീസെൽ ചെയ്യാനാണോ എന്നുള്ളതാണ്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എസ് കൊടുക്കുക. ഇവിടെ ഓക്കെ, ഇവിടെ നമുക്ക് കാണുന്നത് മീഷോയുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 248 രൂപയാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ മാർജിൻ കൂടെ ചേർത്ത് ടോട്ടലി എത്രയാണ് അവർക്ക് പോകേണ്ടത് എന്നുള്ള ആ ഒരു എമൗണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ എന്തായാലും ഈ 248നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു 100 രൂപ എക്സ്ട്രാ ആഡ് ചെയ്ത് 348 രൂപയായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ചെയ്യേണ്ട രീതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ മീഷോയുടെ റേറ്റ്, അതിൻ്റെ കൂടെ നമ്മുടെ എത്രയാണോ എക്സ്ട്രാ വരുന്നത് ആ ഒരു എമൗണ്ട് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെ ഇവിടെ കൊടുക്കുമ്പോൾ താഴെ കാണിക്കുന്നുണ്ട് ഗ്രീൻ കളറിൽ യുവർ മാർജിൻ 100 രൂപ. അതായത് എനിക്കുള്ള ക്യാഷ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഈ ഒരു 100 രൂപ എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് പോയി അവർ ക്യാഷ് കൊടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് അവർ റിസീവ് ചെയ്യുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഈ ഒരു 100 രൂപ ക്രെഡിറ്റ് ആവും. നമ്മൾ മീഷോയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു 100 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഏതാണോ പേയ്മെൻറ്റ് മെത്തേഡ്, ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അത് കൊടുക്കുക, അതല്ല ഓൺലൈൻ ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എൻ്റെ ഈ ഒരു ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആർക്കാണോ ഈ ഒരു പ്രൊഡക്റ്റ് പോകുന്നത് അവർ ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ആ ഒരു 100 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് വരും. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് പോകുമ്പോൾ ഇതിൻ്റെ നോർമൽ പ്രൈസ് ഇത്രയാണ് എന്നുള്ളത് ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റിൽ കാണിക്കില്ല. നമ്മൾ എത്ര രൂപയാണോ ഫൈനലി നമ്മൾ കൊടുത്തത്, ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മുടെ ക്യാഷോടെ ചേർത്ത് എത്ര രൂപയാണോ ആ ഒരു എമൗണ്ട് ആയിരിക്കും അവർക്ക് പോകുന്നത്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് മീഷോയിൽ നിന്നാണ് പോയി എന്നുള്ളത് അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അവരുടെ കൊറിയർ പാക്കേജിൻ്റെ മുകളിൽ നമ്മുടെ പേര്, നമ്മുടെ കോൺടാക്റ്റ് നമ്പറും പിന്നെ അവരുടെ അഡ്രസ്സും ആയിരിക്കും വരിക. ഇതൊരു റീസെല്ലിംഗ് പ്രൊഡക്റ്റ് ആണ് എന്നും അവർക്കറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബാക്കി ഈ ഒരു പ്രൊഡക്റ്റ് ഇനി നമ്മൾ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ റീസെൽ ചെയ്യുന്നത്, എങ്ങനെയാണ് വാട്സപ്പിൽ റീസെൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരു വരുമാനം നേടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.